കാസർഗോഡ് നിന്നാണ്. ഈ മഴക്കെടുതി തന്നെയാണ് അവിടെയും കനത്ത നാശം വിതയ്ക്കുകയാണ് മഴ. ഇടിമിന്നലേറ്റൊരു മരണവും ഇന്ന് സംഭവിച്ചു. നീലേശ്വരം കോട്ടപ്പുറത്ത് മരം കടപുഴകി വീണ് അപകടമുണ്ടായി. സാരംഗ് വിവരങ്ങൾ നൽകുന്നു. ഇതാണ് ദൃശ്യങ്ങൾ. സാരംഗുണ്ട്. സാരംഗ്, ഈ ഇടിമിന്നലേറ്റ് ഉള്ള മരണം എപ്പോഴാണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ മരം വീണുള്ള എന്തെങ്കിലും അപകടങ്ങളിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? മറ്റെന്തെങ്കിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ജില്ലയിൽ? ദിലീഷ്, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാസർഗോഡ് മടിക്കൈ ബംഗളത്ത് ഒരു വയോധികൻ ഇടിമിന്നലേറ്റ് മരിക്കുന്നത്. സ്വന്തം മുറ്റത്ത് തന്നെ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഇടിമിന്നലേറ്റത്. കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കുടുംബാംഗങ്ങൾ ചേർന്ന് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും യാത്രാമധ്യേ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് മറ്റൊരു മരണം കൂടി ഉണ്ടായി. കാസർഗോഡ് ചെറുവത്തൂരിലായിരുന്നു ആ മരണമുണ്ടായത്. ചെറുവത്തൂരിലെ മീൻകടവ് പുഴയിൽ വീണാണ് വയോധികയായിട്ടുള്ള പുതിയപുരയിൽ വളപ്പിൽ വെള്ളച്ചി മരിച്ചത്. സഹോദരിയുടെ വീട്ടിൽ 2 മാസമായി ആയിരുന്നു. കാസർഗോഡ് അച്ചാന്തുരുത്തി സ്വദേശിനിയായ ഇവർ 2 മാസമായി കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയായ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. അവിടെ വെച്ചാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് കാസർഗോഡ് ഉദുമയിൽ പലയിടങ്ങളിലായി ഇടിമിന്നലിനെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഇപ്പോൾ നീലേശ്വരം കോട്ടപ്പുറത്താണ് മരം റോഡിലേക്ക് വീണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. നിരന്തര സമയമായി ഏറെ നേരമായി കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ആളുകളൊന്നും തന്നെ റോഡില്ലാത്തതുകൊണ്ട് ഒരു വലിയ തോതിലൊരു അപകടം ഉണ്ടാവാതിരുന്നത് എന്തായാലും ആശ്വാസമായി. ഇപ്പോൾ മരം പൂർണ്ണമായും റോഡിൽ നിന്ന് മുറിച്ചു മാറ്റി ഹോസ്ദുർഗ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മുറിച്ചു മാറ്റി. ശരി സാരംഗ്, കാസർഗോട്ടെ വിവരങ്ങളാണ് സാരംഗ് സുരേഷ് പങ്കുവച്ചത്.